തിരുവോണം നബിദിനവും കൂടെ ഒരു ദിവസം വന്നപ്പോഴത്തേക്കും രണ്ടിലേത് ആഘോഷിക്കേണ്ടെന്നൊരു എത്തും പിടിയില്ലാത്ത അവസ്ഥയായി. പിന്നെ 2-3 വർഷമായി കടുവപ്പള്ളിയിൽ നമ്മൾ പോയിട്ട്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇപ്രാവശ്യം നബിദിനം ആഘോഷിക്കാം. എന്നിട്ട് തിരുവോണം കഴിഞ്ഞ ഔട്ടത്തിൻ്റെ അന്ന് നമുക്ക് തിരുവോണത്തിൻ്റെ അന്നത്തെ സദ്യയൊക്കെ വെച്ച് കിടിലാക്കാൻ വിചാരിച്ചു. ഞങ്ങൾ മടത്തറയിൽ നിന്ന് ജനത ബസ്സിലാണ് കേട്ടോ കയറിയ. വീട്ടിൽ നിന്ന് ഏറെക്കുറെ 9 മണിയോടടുപ്പിച്ചാണ് ഞങ്ങൾ മടത്തറ ജംഗ്ഷനിലെത്തണേ. ഓട്ടോ പിടിച്ചാണ് കേട്ടോ മടത്തറ വന്നേ. ബസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാഘോഷം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ബസ്സില്ലാത്ത അവസ്ഥയായി. KSRTC ബസ് പിന്നെ തീരെയില്ല. പ്രൈവറ്റ് ഏതെങ്കിലുമൊക്കെ തെന്നിയും തെറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജനത ബസ്സിലാണ് കേട്ടോ കയറിയത്. 9:15 ജനത മടത്തറയിൽ നിന്ന് എടുത്തു. പക്ഷേ ഞങ്ങൾ കടയ്ക്ക് എത്താൻ വേണ്ടി 10:30 മണിയായി. ഈ 1.5 മണിക്കൂർ എടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പാടില്ല. അതിൻ്റെ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ എഴയുമായിരുന്നു, ഉറങ്ങുമായിരുന്നു, ഒരെത്തും പിടിയുമില്ല. പുള്ളി വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സമയത്ത് എത്തണ്ടേ. എല്ലാവരും ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ആ വണ്ടിക്കകത്തിരിക്കുന്ന ആൾക്കാരാണ്. പുള്ളി വണ്ടി ഒരുമാതിരി ഒച്ചഴയുന്നതിനേക്കാളും സ്പീഡ് കുറച്ചാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അതുമല്ല, കടയ്ക്ക് സ്റ്റാൻഡിൽ കൊണ്ടുചെന്ന് വണ്ടി ഇട്ടതിന് ശേഷം 3/4 മണിക്കൂറിൽ പുറത്ത് ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു. 10:30 ഞങ്ങൾ കടക്കിലെത്തി. 10:30 എത്തിയ വണ്ടി അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ 11 മണി കഴിഞ്ഞു എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കിളിമാനൂർ സ്റ്റാൻഡാണ്. കിളിമാനൂർ സ്റ്റാൻഡിലും കൊണ്ടുവന്നിട്ട് പിന്നും കുറേ നേരം കിട്ടും. അതിനകത്തുണ്ടായിരുന്ന ആൾക്കാർ പിന്നെ വഴക്കും ബഹളമൊക്കെ ആയപ്പോഴത്തേക്കാണ് അവർ വണ്ടി എടുക്കാൻ തുടങ്ങിയത്. കിളിമാനൂർ സ്റ്റാൻഡിൽ കൊണ്ടുവന്നിട്ടപ്പോഴത്തേക്കും ഉണ്ണികൃഷ്ണൻ എന്നും പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണനാണോ ഉണ്ണിക്കണ്ണനാണോ അങ്ങനെ ഒരു ബസ്സുണ്ട് കേട്ടോ. ആ ബസ്സിൻ്റെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും അവർക്കെല്ലാവർക്കും ഓണാഘോഷം കിളിമാനൂർ സ്റ്റാൻഡിൽ വെച്ചിട്ടായിരുന്നു. പാട്ടും മേളവും ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഒരേ കളറിലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. പർപ്പിൾ ഷെയ്ഡിലൊരു സൈഡിലൊരു കഥകളിയുടെ പോലത്തെ ഒരു സംഭവം വെച്ചിട്ടായിരുന്നു കേട്ടോ. അവരുടെ ഷർട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് അതേപോലത്തെ ഷർട്ട് ഇട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ അവർക്ക് ഒത്തിരി ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റാലി പോലെ അതിങ്ങനെ പോകണുണ്ടായിരുന്നേ. അപ്പോൾ കിളിമാനൂരിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് ആലങ്കോട് ചെന്നിട്ട് അവിടെ നിന്ന് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിതേ പള്ളിക്കകത്ത് കയറി പള്ളിയിൽ നിന്ന് യാസീൻ ഓതി ചോറ് മേടിച്ചതിന് ശേഷം ഇറങ്ങി പോണ വീഡിയോയാണ് കേട്ടോ. പള്ളിക്കകത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ അതിനകത്ത്. നമ്മൾ മാത്രമല്ലല്ലോ ഉള്ളത്. അതേപോലെ വിശ്വാസം എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതായതുകൊണ്ട് പള്ളിയുടെ ഉൾഭാഗമൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്ത്രീകളിരിക്കുന്ന ആ ഭാഗം, ആ പോർഷനൊന്നും ഞാൻ വീഡിയോസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബേബിക്ക് ദോശ കൊടുക്കാനായിട്ട് രാവിലത്തെ ദോശ കാപ്പി കൊണ്ടുവന്ന് അതിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്പോട്ട് നോക്കി. ഞങ്ങൾ അവിടെ നിന്ന് കൊടുക്കുമ്പോഴത്തേക്കും കൊടുക്കണതിൻ്റെ വീഡിയോസും ഞങ്ങൾ ഇരിക്കണത് എനിക്ക് തോന്നുന്നു ഒരു പ്രസംഗം എന്തെങ്ങാണ്ട് നടത്താൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേജാണ് കേട്ടോ. അതിനകത്ത് ചെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നിട്ട് കണ്ണന് ഫുഡ് കൊടുത്തത്. കണ്ണന് ഫുഡ് കൊടുത്തതിന് ശേഷം പള്ളിയുടെ കുറച്ച് വീഡിയോസും ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. നല്ല തിരക്കുണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് വെള്ളിയാഴ്ച ജുമ തുടങ്ങുന്ന സമയം. അതിന് മുന്നേ അവർക്ക് ഫുഡ് കൊടുത്ത് ആ പരിപാടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണമല്ലോ ജുമയ്ക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പെട്ടെന്ന് പരിപാടികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങ് എത്തിയപ്പോഴത്തേക്കും 12 മണി കഴിഞ്ഞു. 12 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കടുവയിലെത്തിയത്. കടുവയിലെത്തി 12 മണിക്ക് പള്ളിയിൽ കയറി. ആദ്യമേ കയറി ചോറ് മേടിച്ച് കയ്യിൽ വെച്ചതിന് ശേഷം പള്ളിയുടെ ഉള്ളിൽ കയറി സ്ത്രീകളിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ ചെന്നിരുന്ന് യാസീനൊക്കെ ഓതി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചിറങ്ങിയിട്ടാണ് ആ സ്റ്റേജിൻ്റെ അവിടെ വന്നിരുന്നത് ഞങ്ങൾ കണ്ണന് ഫുഡ് കൊടുത്തത്. ഇതാണ് കടുവയിൽ പള്ളി എന്ന് പറയണേ. എനിക്കതിൻ്റെ പിന്നാമ്പുറ കഥകളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. ചരിത്രമോ ബാക്കി കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. പക്ഷേ ഞങ്ങൾ എല്ലാ വർഷവും കൃത്യമായിട്ട് നബിദിനത്തിൻ്റെ അന്ന് കടുവയിൽ വരുമായിരുന്നു. ഒരു 3 വർഷം കൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കല്യാണത്തിന് മുന്നേ ഉള്ളൊരു വർഷം മുതൽ കല്യാണം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സങ്കടം, ആ ഒരു വിഷമം, ആ ഒരു വിടവ് നികത്താൻ വേണ്ടി ഞങ്ങൾ വിചാരിച്ചു തിരുവോണം ചെറുതായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 4 ദിവസത്തെ ഓണമുണ്ടല്ലോ, അപ്പോൾ ഒരു ദിവസം ആഘോഷിക്കാം. എന്നിട്ട് നബിദിനം ഈ പ്രാവശ്യം തിരുവോണത്തിൻ്റെ ഒന്ന് ആഘോഷിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, ചോറല്ലല്ലോ കണ്ണിന് ദോശ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ജുമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദുആയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ പള്ളി പറഞ്ഞാൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നബിദിനം ആയതുകൊണ്ട് വലിയ ആഘോഷമാണ്. എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരാമെന്ന് നമുക്ക് തന്നെ അറിയാൻ പാടില്ല. ഭീമപള്ളിയിൽ എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളടുത്ത് വന്നിരുന്ന കാര്യമൊക്കെ പറഞ്ഞ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അവരൊക്കെ ഭീമപള്ളിയിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പം നബിദിനത്തിന് ഇങ്ങനെ പള്ളികളിൽ പോകുന്നത് സാധാരണയാണ്. മുസ്ലിംസ് അങ്ങനെ ചെയ്യുന്നത് സാധാരണയാണ്. മുസ്ലിംസ് എന്ന് മാത്രമല്ല, ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും ജാതി പറയുന്നതല്ല.
എല്ലാ മനുഷ്യരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരും, ബിരിയാണി മേടിക്കാൻ വേണ്ടിയിട്ട് വരും. തിരുവോണ ദിവസമായിട്ട് പോലും സെറ്റ് സാരി ഉടുത്ത് വന്ന് ബിരിയാണി മേടിച്ച് കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. അപ്പം മതസൗഹാർദ്ദം അല്ലെങ്കിൽ മതം എന്ന് പറയുന്നൊരു സംഭവം ഇല്ല, വിശപ്പിന് മതം എന്ന് പറയുന്നൊരു സാധനം ഇല്ലയെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായി. ആ കാണുന്നില്ല, ആ പാത്രങ്ങൾ ചരുവങ്ങളൊക്കെ കാണുന്നില്ല, അവിടെയാണ് കേട്ടോ. ആ ചരുവങ്ങളെല്ലാം ഇന്ന് ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളാണ്. ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു. 10,000-കണക്കിന് ആൾക്കാർ വന്ന് ഫുഡ് മേടിച്ച് പോകുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ചിക്കനും ബീഫും ഒന്നും ഉണ്ടാവില്ല, മസ്റ്റായിട്ടും മട്ടൻ ആയിരിക്കും. മട്ടൻ ബിരിയാണി തന്നെ ആയിരിക്കും. നേർച്ച കൊടുക്കുന്ന ആൾക്കാർ ഓരോരുത്തരായിട്ട്, ചിലർ നേർച്ച ഉണ്ടാവുമല്ലോ, ആടിന് നേർച്ച വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അവർ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആടിനെ പള്ളിക്ക് നേർച്ച കൊടുക്കും. അതിനെ ഇവർ ഇന്ന ദിവസം കട്ട് ചെയ്ത് അവർ തന്നെ ഫുഡ്, പള്ളി കമ്മിറ്റിക്കാർ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ തന്നെ വെച്ച് അവിടെ നിന്ന് തന്നെ വിളമ്പി ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യണേ. സാധാരണ മുന്നേയൊക്കെ ഞങ്ങൾ വരുമ്പോഴത്തേക്കും 2-3 മണി വരെയൊക്കെ ഈ ക്യൂ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 12 മണിക്ക് മുന്നേ പരിപാടികളൊക്കെ കഴിച്ചു. വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ജുമായ്ക്ക് കയറി. ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നിട്ട് ഇറങ്ങാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. തിരിച്ചു പോകാൻ ബസ് റയറായതുകൊണ്ട് ഒത്തിരി സമയം അവിടെ ഇരുന്ന് സമയം പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. കിട്ടണ ബസ്സിൽ കയറുക, വീട് പിടിക്കുക എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ ബസ് കിട്ടുമോ എന്നുള്ളതും ഡൗട്ടാണ്. ഇങ്ങോട്ടായ ഉച്ചഴിഞ്ഞ് വന്ന പോലത്തെ ജനതയെങ്കിലും ഉണ്ടായിരുന്നു. തിരിച്ചു പോകാൻ അതുണ്ടാവുമോ, അതെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള കേസ് പോലും അറിയാൻ പാടില്ല. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മേടിച്ച ചോറ് ഞങ്ങളുടെ കയ്യിൽ കവറിൽ തന്നെ ഇരിക്കുവാണ്. ഞങ്ങളത് അവിടെ വെച്ച് കഴിച്ചിട്ടില്ല. വീട്ടിൽ പോയതിന് ശേഷം കഴിക്കാമെന്ന് വെച്ചിട്ട് കയ്യിൽ തന്നെ വെച്ചേക്കാണ് ചോറ്. അപ്പോൾ ഞങ്ങൾ വീട് പിടിക്കാനുള്ള പരിപാടി നോക്കട്ടെ. ബസ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. ഇതിനിടയിൽ കണ്ണൻ ചെറുതായിട്ടൊന്ന് വീഴാൻ പോയി. അതിനാണ് ഞങ്ങളെല്ലാവരും ജീവിക്കണേ. അവൻ കൃത്യമായിട്ട് വന്ന് ചോറിൻ്റെ മണ്ടയിൽ തന്നെ ഇരുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ മറിഞ്ഞ് വീണ് കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ആയനെ. ഇതേ ആൾക്കാർ ഇപ്പോഴും വന്ന് പോകുന്നതേ ഉള്ളൂ. പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടും ആൾക്കാർ ഇതേ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ അങ്ങനെയാണ്. ഭീമാപ്പള്ളി പോലെ തന്നെ കടുവയിലും ആഹാരം കൊടുക്കുന്നതും അതേപോലത്തെ ആഘോഷങ്ങളൊന്നും പെട്ടെന്ന് തീരുന്നൊരു സംഭവമല്ല. ജുമാ കഴിഞ്ഞതിന് ശേഷം പള്ളിയിലെ ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഞങ്ങൾ പാരിപ്പള്ളിയിലോട്ട് പോകണോ ആലങ്കോടോട്ട് പോകണോ, ഏത് സൈഡിൽ പോയിട്ട് ബസ് കയറണം എന്നുള്ള ചർച്ചയിലായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ആലങ്കോട് തന്നെ പോയിട്ട് ബസ് കയറാമെന്ന്. അപ്പം ബസ് കിട്ടുന്ന സൈഡ് ഏതാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടും പിടുത്തമില്ല. പോരായിട്ട് നബിദിനവും തിരുവോണവും കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ബസ്സിൽ ഡ്രൈവർമാരൊന്നും ഇല്ലാത്ത അവസ്ഥയായി. അതായത് ആഘോഷം ഒരുമിച്ചാണല്ലോ വന്നത്. ഇപ്പോൾ 2 കൂട്ടരും പോയപ്പോഴത്തേക്കും പിന്നെ ബസ് ഓടിക്കാനൊന്നും ആളില്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഒരു ബോട്ടിൽ വെള്ളം മേടിക്കണം, അതേപോലെ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വിശന്ന് പിരിവിടുന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും പരിപാടി മേടിച്ചുകൊണ്ട് കയറാമെന്നുള്ളൊരു ഐഡിയയിലാണ് കേട്ടോ. ഈ കാണുന്ന ചെറിയ സ്റ്റോളുകളിൽ നിന്നാണ് നമ്മൾ തിരിയും പട്ടും പൂവൊക്കെ മേടിക്കണേ. അതവിടെ കൊണ്ടുപോയിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുകയുള്ളൂ. തിരി കത്തിക്കുന്നവർക്ക് അപ്പുറത്തൊരു ചെറിയ സ്പേസ് ഉണ്ട് തിരി കത്തിക്കാൻ വേണ്ടിയിട്ട്. ഈ പട്ടും പൂവൊക്കെ ഞങ്ങൾ അവിടെ കൊണ്ടു ചെന്ന് ഒരാളുടെ കയ്യിൽ കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് കയറി വിരിക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. അതെന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അതിൻ്റെ പുറം പരിപാടികളൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് ഒരു ബോട്ടിൽ വെള്ളവും മേടിച്ചുകൊണ്ട് ബസ്സിലോട്ട് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പുറത്തൊരു ബേക്കറി തുറന്നിരിക്കണം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്സും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളതൊക്കെ മേടിച്ചിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോയിരിക്കട്ടെ. അപ്പം ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു. ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ പള്ളിയിലുള്ളത്. അപ്പോൾ ഇതാണ് കടുവയിൽ പള്ളി. ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ദേ ആ കാണുന്ന ഗേറ്റിൻ്റെ അവിടെയാണ്. ഇത് കമ്മിറ്റി ഓഫീസ് അങ്ങനെ എന്തോ സംഭവമാണ്. ഈ കടുവയിൽ പള്ളിക്ക് തന്നെ കോളേജും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒത്തിരി കോഴ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങ് അപ്പുറത്തോട്ടാണ്. ഇവിടെ അല്ല, കുറച്ചുകൂടെ അപ്പുറത്തോട്ടാണ്. ആലങ്കോട് റോഡിലാണുള്ളത്. അപ്പം ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ പള്ളിയിലോട്ട് പോകുമ്പോഴേ ഞങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരവിടെ ബസ്സും കാത്തിരിക്കുമായിരുന്നു. പക്ഷേ അവർക്ക് ഇതുവരെയും ബസ് വന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ബസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞങ്ങൾ കിളിമാനൂർ വന്നിട്ട്, അതായത് ഞങ്ങൾക്കൊരു ബസ് കിട്ടി. ആലങ്കോട് വന്നിറങ്ങി. ആലങ്കോട് നിന്ന് ഞങ്ങൾക്ക് പിന്നെ ഒരു ബസ് കിട്ടി. കിളിമാനൂർ വന്നിറങ്ങി. ഏറെക്കുറെ 1.5 മണിക്കൂറത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കിളിമാനൂർ വന്നിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അവിടെ വന്നിങ്ങനെ കുറ്റിയടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് 3/4 മണിക്കൂറോളം ആയിട്ടും ബസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി ആൾക്കാർ പോകാൻ വേണ്ടിയിട്ട് വന്ന് നിൽപ്പുണ്ട്. പക്ഷേ തിരുവനന്തപുരം ഫാസ്റ്റ് പോകുന്നുണ്ട്. അതായത് തിരുവല്ലയിൽ നിന്ന് എറണാകുളത്തു നിന്നും അങ്ങനെ കോട്ടയം അങ്ങനെയൊക്കെ വരുന്ന തിരുവനന്തപുരം ഫാസ്റ്റ് പോകുന്നുണ്ടെന്നല്ലാതെ വേറെ ഒരു ലോക്കൽ ബസ്സും തിരിച്ച് നിലമേൽ റൂട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ലോക്കൽ ബസ്സും ഇല്ല, പ്രൈവറ്റ് ബസ്സും ഇല്ലാത്ത അവസ്ഥയായി. ഞങ്ങളിതേ ബാഗും മേടിച്ച് ചോറും ഒക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുവാണ്. ഇതിനിടയിൽ ഗൊപ്പും ബേബിയും കൂടെ
ലാസ്റ്റ് ഞങ്ങൾ കിളിമാനൂർ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു. ഓട്ടോ പിടിച്ചിട്ട് പള്ളിമുക്കിൽ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓട്ടോയിൽ കയറി എൻ്റെ പൊന്നി അയാൾ കുടിയനായിരുന്നു, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുള്ളി കുടിച്ചിട്ട് പുള്ളിയുടെ കണ്ണും കാര്യമൊന്നും തുറക്കാൻ പറ്റുന്നില്ല. പുള്ളിക്കാണെങ്കിൽ കണ്ണടഞ്ഞടഞ്ഞ് പോയിട്ട് പുള്ളിയുടെ തലയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ സ്റ്റിയറിംഗ് ഇരിക്കുന്ന ഓട്ടോയുടെ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ പോയി അടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ജീവൻ കയ്യിൽ പിടിച്ച്, എൻ്റെ കൊച്ചാണെങ്കിൽ വളർന്നൊന്നും ആയില്ല, അവനെ വളർത്തിയില്ല, വീട്ടിലെത്തോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ. അങ്ങനെ ഞങ്ങൾ ജീവൻ കയ്യിൽ പിടിച്ചാണ് കേട്ടോ പോയേ. ഇടയ്ക്കിടയ്ക്ക് പുള്ളിയെ ഞങ്ങൾ തട്ടി ഉണർത്തുന്നുണ്ടായിരുന്നു. എടോ മനുഷ്യൻ നേരെ നോക്കി പോടോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അറിഞ്ഞുകൂടാ അതിനകത്തിരുന്നപ്പോഴത്തേക്ക് ഈ സ്പീഡ്, അതായത് അയാൾക്ക് ലൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അയാളുടെ ആ ഒരു ആക്സിലറേറ്റർ കൊടുക്കുന്ന ആ ഒരു കയ്യിൽ കൊടുക്കുന്ന ആ ഒരു സംഭവം പുള്ളിക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾ അതിനിടയിൽ വിശപ്പ് മാറ്റാൻ വേണ്ടി മേടിച്ച സ്നാക്സ് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് പള്ളിമുക്കിലിരിക്കുന്നതാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് ആ ഓട്ടോയിൽ നിന്ന് ഇവിടം വരെ എത്തിയെന്നൊരെത്തും പിടിയുമില്ല. ജീവൻ പോയി മരിച്ച രീതിയിലാണ് വന്നത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്കൊരു മടത്തറ KSRTC ലോക്കൽ കിട്ടി. പാരിപ്പള്ളിയിൽ നിന്ന് വന്ന വണ്ടിയാണ് കേട്ടോ. അവിടെ നിന്ന് വന്ന വണ്ടിയാണ്. പിന്നെ ആ ലോക്കലിനകത്ത് കയറി. അപ്പോഴത്തേക്ക് ഏറെക്കുറെ 3:45 4 മണിയോളം ആവുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ആ ലോക്കലിനകത്ത് കയറി മടത്തറ വന്നിറങ്ങി. മടത്തറ ഇറങ്ങിയതിന് ശേഷം ബോളി മേടിക്കണം, അതായത് അല്ലല്ലോ തിരുവോണം അവിട്ടത്തിൻ്റെ അന്നത്തേക്ക് സദ്യയ്ക്ക് വേണ്ടിയിട്ട് ബോളി, പഴം അതുപോലുള്ള കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം മേടിച്ച് വയ്ക്കണം. അപ്പം മടത്തറ ഇറങ്ങിയിട്ട് വേണം പോകാൻ. മടത്തറയിൽ നിന്ന് ബസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത സംശയം. അതും കൃത്യമായിട്ട് അറിയാൻ പാടില്ല. ആ ഓട്ടോയിൽ നിന്ന് എങ്ങനെ ജീവനം കൊണ്ട് വന്നതെന്ന് അറിയാൻ പറ്റില്ല. ഒരു കടമ്പയായിരുന്നത്. ഇതേ ഞങ്ങൾ മടത്തറ എത്തി. മടത്തറ വന്നതിന് ശേഷം ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, കടയുടെ ഫ്രണ്ടിലെ സ്റ്റെപ്പ്. അവിടെ വന്നിങ്ങനെ വീണ്ടും ഇരുത്ത തുടങ്ങി. അപ്പോൾ മടത്തറോട്ടൊരു പാലോട് മടത്തറ ബസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് താളന്ന് കുഴഞ്ഞ് വിശന്ന് ഊപ്പാട് വന്ന് നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയിൽ എൻ്റെ ബേബിതേ കമ്പി തൂങ്ങിക്കയറണം. അവന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തോണ്ടിരുന്നതുകൊണ്ട് അവന് വലിയ വിശപ്പ് പറഞ്ഞില്ല. എന്നാലും വിശപ്പ് പാകത്തിനുണ്ട്. അതേപോലെ നല്ല ക്ഷീണമുണ്ട്. 2 ദിവസത്തെ അടുപ്പിച്ചുകൊണ്ടുള്ള യാത്രയായപ്പോഴത്തേക്കും അവന് തീരെ വയ്യുണ്ടായി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പാലോട് മടത്തറ ബസ് പോയെന്ന് പറഞ്ഞില്ലേ, അത് തിരിച്ച് പാലോട്ടോട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അതിൽ കയറി. ഇനി ചല്ലിമുക്കിലെത്തിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഓട്ടോ പിടിച്ച് വേണം വീട്ടിൽ പോകാനായിട്ട്. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോകാനൊക്കെ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ബസ്സും കാര്യങ്ങളിലൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ബസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം ഇറങ്ങണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ അബദ്ധം പറ്റേണ്ടി വരും. 1 മണിക്ക് വീട്ടിലെത്താൻ ഞങ്ങൾ ലാസ്റ്റ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും 5:15 5:30 മണിയായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കടുവയിൽ പോയ യാത്ര. പള്ളി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ബൈ ബൈ ഗായ്സ്.